ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി കാരമൽ ബ്രെഡ് പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതിങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് ഉരുക്കിയെടുക്കുക. അപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇത് ഉരുക്കിയെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. അപ്പോൾ ആ ഒരു സ്മെല്ലും ടേസ്റ്റും പുഡിങ്ങിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കുക. അപ്പോൾ ഈ ഒരു കളറും ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കുറച്ച് കുഴിയുള്ള ടൈപ്പ് പാത്രം എടുക്കാനായിട്ട് നോക്കുക. അപ്പോഴായിരിക്കും പുഡിങ് കാണാൻ നല്ല ഭംഗി ഉണ്ടാവുക. ഇനി ഈ പാത്രത്തിലേക്ക് മൊത്തം ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ ഒഴിക്കുന്നതിന് മുന്നായിട്ട് ഈ പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തൂവി കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യോ ബട്ടറോ തൂവി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് സെറ്റ് ആവാനായിട്ട് വയ്ക്കാം. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്കൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലോറോ മൈദയോ ഗോതമ്പ് പൊടിയോ അങ്ങനെ ഏതെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നന്നായി ഒന്ന് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് 5 ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രെഡിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഇത് ചെറിയ പീസുകളാക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ബ്രെഡ് നന്നായി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു പാനിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ 1/2 കപ്പ് എന്ന് പറയുന്നത് 125 ml കപ്പാണ്. ഇനി ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ പാലൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കാപ്പൊടിക്ക് പകരം വാനില എസൻസും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഏലക്ക പൊടിച്ചപ്പോൾ ശരിക്കും അങ്ങോട്ട് പൊടിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇതേപോലെ ശരിക്കും പൊടിയാതെ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ പൊടിക്കുമ്പോൾ നന്നായി തന്നെ പൊടിക്കാനായിട്ട് നോക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് 1 മിനിറ്റ് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ നന്നായി ഒന്ന് ഇളക്കിയും കൊടുക്കാം. അപ്പോൾ ഈ ഒരു തിക്കാവുന്നത് വരെ നന്നായി തന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. പിന്നെ പാത്രം ഒന്ന് തട്ടി കൊടുക്കാം. ഇനി ഞാൻ ഈ പാത്രം ഒരു ഫോയിലിംഗ് പേപ്പറോട് ഒന്ന് കവർ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പാത്രത്തിൻ്റെ മൂടി വെച്ചിട്ട് അടച്ചാലും മതിയാവും. ഇനി ഇതൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിലാണ് ആവി കയറ്റാൻ പോകുന്നത്. അപ്പോൾ അതിന് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പാത്രത്തിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഈ ഫോയിലിംഗ് പേപ്പറിൽ ചെറിയൊരു ഹോൾസ് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ 30 മിനിറ്റ് ആവി കയറ്റിയതിന് ശേഷം ഞാനിത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ചൂടാറാനായിട്ട് വെച്ചു. ഇതൊരുവിധമൊക്കെ ചൂടാറിയതിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിൽ 2 മണിക്കൂർ തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 2 മണിക്കൂർ കൂടി കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇത് എടുത്തേക്കുന്നത്. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ തന്നെ സൈഡെല്ലാം തന്നെ നന്നായി വിട്ട് വന്നിട്ടുണ്ട്. എന്നാലും നമുക്കൊരു കത്തി വെച്ചിട്ട് ചെറുതായി ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള പുഡിങ് തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പവും നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസായിട്ട് ഒന്ന് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.